ഇമ്മ ഇമ്മ അല്ല ഇമ്മ ഓൽക്ക് ഇങ്ങനെ നെയ്ച്ചണ്ട കൂട്ടല്ലേ. കുട്ടികളൊന്നും സ്കൂൾക്ക് മദ്രസക്കൊന്നും പറഞ്ഞേക്കണില്ല. ഓനല്ലേ ഇന്ന് പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞത്. ഓ ഇനിയിപ്പോ പോയി എന്നേരം സീനുണ്ടാകുമല്ലോ രണ്ടാഴ്ചക്ക്. ഈ ബാക്കെല്ലാം നിങ്ങൾ തിരുമ്പാനോട് നട്ട പതിരക്ക് കയറുന്നുണ്ട് കൂട്ടിവെച്ചതാണത്. അവിടെ നോട്ടെ നിങ്ങളെ കജ്ജോണ്ട് തൊടാൻ പോടട്ടെ ഞാത് വരെ തിരുമ്പണ ഞാൻ കാണട്ടെ. ഏത് നട്ടപ്പാർക്കും കയറി വരാന്നുള്ളൊരു അധികാരമാണ്. ഓലിപ്പോ 2 ദിവസമായി റസിയ പോയിട്ട് ആ കുട്ടികളിട്ട് കണ്ട് ആകെ കരുതിയെടുത്തിട്ടുണ്ടാവും. ഓളെ ഇനിയിപ്പോ തിരുമ്പലൊന്നും ഉണ്ടാവില്ലെന്ന്. ഈ സോപ്പുള്ളിൽ കൊണ്ടുപോയി കണ്ടിട്ട് അതൊക്കെ നമുക്ക് വേറെ രണ്ടാക്കും തിരുമ്പാം. ചെല്ലി എങ്ങനെ ഓളത്തെ കുഴപ്പമില്ലുണ്ടാവും ഇവിടെ തിരുമ്പേ നടന്ന തന്നെ. അതിനെ നിങ്ങളൊക്കെ കിട്ടുള്ളൂ. നിങ്ങൾ തിരുമ്പി ഉടക്കി കൊടുത്തോളൂ. ഓളൊക്കെ തിരുമ്പല്ലേ ഞാൻ ഓള് അയച്ചിട്ടുള്ളൂ. പറയാനുണ്ടല്ലോ ഇത് നട കടന്നോട്ടെ അഞ്ച് തിരുപ്പണ്ട ഒന്നും പറഞ്ഞ ഒരു ആൻസർ പണ്ടന്നല്ല. അങ്ങനെയൊക്കെയല്ലേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഉപകാരം ചേച്ച. കുഞ്ഞുമോ കുഞ്ഞുമോ നീച്ചില്ലേ? നേരം കൊറേ ആയിക്കണേ. ഓ ഒന്നും കൂടി പതുക്കെ വിളിച്ചോളി. ഓ അല്ലെങ്കിൽ എന്നാ മരോള് നേരത്തെ നീച്ചല് ഇങ്ങോട്ട് മാറിക്കാണി. നീച്ചണില്ലേ? ഓ എല്ലാവർക്കും പുറങ്ങാൻ പൂതില്ലാണ്ടൊന്നല്ല. സമയം കൊറേ അന്നായത്തിങ്ങൾ വിളിച്ചാണ് പാപ്പുട്ടിക്ക വിട്ടാണി. ഇമ്മ ഇമ്മ അങ്ങോട്ട് വിളിച്ചീനിയോ? നേരം പൊളത്തന്നെ അറിഞ്ഞല്ലേ ഇമ്മ. ഭയങ്കര ക്ഷീണേനി. നല്ല ക്ഷീണുണ്ടാവും. അല്ലെങ്കിൽ ഓ മന്നിട്ട് കേറി അന്ന് തന്നെ ഓന്റെ കജ്ജും പിടിച്ചെടുത്ത് ഉണ്ടാ പോയതല്ലേ. പിന്നെ എങ്ങനെ ക്ഷീണല്ലാതൊക്കെ? പിന്നെയും തുടങ്ങിയിട്ട് രാവിലെ തന്നെ ഓളത്തേലും പറഞ്ഞ ഞാൻ ഈ ടൂർ പേപ്പറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇനി നമ്മളിവിടെ സുഖമായിട്ട് ജീവിച്ച ആളാണ്. ഓളങ്ങനെ പലതും പറയും. ഓളെ തൊള്ളോള് കൂട്ടൂല. ഇയാള് മൈൻഡ് അജണ്ട ചൊറപ്പുണ്ടേനി ഇവിടെ വന്ന സന്തോഷമൊക്കെ പോകുന്നു. ഞാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അതിന്റെ പിന്നാലെ വെറുതെ പോയി. ഇത് നല്ല ദിവസം വെറുതെ കളയല്ലേ. ചെല്ലുന്നാല് നീച്ച ആ ഭാഗത്തേക്ക് മൈൻഡ് അജണ്ട കേട്ടോ. ഒക്കെ തന്നെ പറഞ്ഞുതരാം. ഇമ്മ കുറച്ചും കൂടി നേരത്തെ വിളിച്ചൂടേനിയോ? സത്യമായിട്ട് അലാറം വെച്ചിട്ടില്ലേനി. അതാ നീച്ചാൻ വൈകിക്കണേ. അത് സാരൊന്നുമില്ല കുഞ്ഞുമോ. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ. പുറത്തേക്ക് പോയാലൊക്കെ നീച്ചാൻ വെക്കും. ഇജ്ജെത്തിന് ഓളങ്ങനെ നോക്കി പേടിച്ചു നിക്കണത്? എത്തിന് ഓളെ പേടിച്ചത്? എത്ര 2 പ്രസമലും കൂടി കോൾഗേറ്റ് തേച്ചണത്? ഇവിടുന്ന് പോയിട്ട് പല്ലും തേച്ചിട്ടില്ലേ? ഇത് ഇച്ച് മാത്രമൊന്നല്ല. ഒന്ന് ബാപ്പുട്ടിക്കാക്ക. ഓ ഒരു ബാപ്പുട്ടിക്ക. എന്റെ ബാപ്പുട്ടിക്ക കജ്ജും കാലൊന്നുമില്ലേ? ഓ കോൾഗേറ്റ് തേച്ച് പല്ല് തേപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയാണെങ്കിൽ കക്കൂസും കൂടി ഒരു തുണക്കോയി കൊടുത്തലാ. ഇവിടെ നന്നായി എത്തൊക്കെ കാണേണ്ടി വരും. ഇന്നത്തെ നാത്തൂന് രാവിലെ തന്നെ കടകട അറിയാനുള്ള എത്ര കുളി കൊടുത്തില്ല? ഇപ്പൊ നിർത്തി പോയിട്ടുള്ളൂ.
എത്തമ്മ ഇവിടെ പോണ പരിപാടി ഒന്നുമില്ലേ? അത്ര ദിവസം വന്നിട്ട് പോണില്ലേ? എന്നിട്ടൊരു ഉപകാരം ഒന്നുമില്ല എത്താനും. അങ്ങനെ പറഞ്ഞല്ലേ അമ്മ. ഓള് ഇവിടെ നിന്ന് ഇങ്ങനെ കിടകട പറഞ്ഞോളൂ. പക്ഷെ വേറൊരു കുഴപ്പമില്ല നിക്കണേന്. ഓൾക്ക് പണ്ടേ ഉള്ള സീലാണത്. അതിന് മാറ്റൊന്നുമില്ല. വെറുതെ അതൊന്നും പറഞ്ഞാലും നിങ്ങളെ വെക്കാണ്ട് വെക്കണ്ട. അല്ല, ആ ചെറുക്കൻ പറഞ്ഞൊന്ന് പോയോക്കണ്ടേ? ഇത് പല്ലിച്ച് ചാടിച്ചാണ്ടേ ഒന്ന് പോയോക്ക്. വിവരൊക്കെ ഒന്ന് അന്വേഷിച്ച് പോര്. കണ്ടീസോടി കജ്ജട്ടമ്മ. ഏതായാലും ഇപ്പൊ ഇത്രയില്ലേ, ചെറുതായിട്ട് പരിപാടി കൂടി ഉണ്ട്. എന്നിട്ട് ഞാൻ പോയി കണ്ടോണ്ട്. അതിന് കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞിക്കണത്. അപ്പൊ നാളെ നീള അറിഞ്ഞാണ്ട് കജിന് കിട്ടിയ പണി വെറുതെ കളയണ്ട. പോയിങ്ങോട്ടൊന്ന് അന്വേഷിച്ചാ മതിയായി. എന്നൊക്കെ ഇജ്ജോട് പറഞ്ഞാ മതി അവനോടേ. വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലോ? ബാപ്പുട്ടിക്കാ, അത് ഇമ്മ പറഞ്ഞ ശരിയാട്ടോ. നിങ്ങൾ ഏതായാലും പോകല നിങ്ങൾ ചെങ്ങായിന്റെ അടുത്തേക്ക്. അയാളോടെയും കണ്ടുകാണ്ടേ വീട്ടിന്റെ കാര്യം ഉറപ്പിച്ച് പോരി. അതെത്തേലും കേട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം അത് നോക്കണ്ട ഫസ്റ്റ്. വേണ്ടേ അതെത്ത ബാപ്പുട്ടിയെ? അതെത്തൂല്ലമ്മ. നിങ്ങൾ ഈ മരോള് കുഞ്ഞിമ്മേ എത്തൊക്കെ പറയാ. ആയിക്കോട്ടെ. ഇതൊക്കെ ഈ കാട്ടിക്കൂട്ടല് കണ്ടാലേ കണക്കാകും. നാളെ മറ്റന്നാളൊന്നും ഇപ്പൊ ഒരു പണിക്കാലും ഉണ്ടാവില്ല. ഓ, ഇപ്പഴെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് തിരിഞ്ഞല്ലോ. അങ്ങനെ മാണങ്ങൾ ഇവിടെ കുത്തുന്നോളൂ. കാറ്റ് മുഴുകി ഇങ്ങനെ കുത്തിറക്ക എല്ലാവർക്കും. ഇല്ലടി, ഞാൻ ഇവിടെ പറഞ്ഞതാ. മാളെ ഇവിടെ ഒന്ന് വന്നു നോക്കും. ഇവിടുത്തെ കഥ കാണണമെങ്കിൽ ഭൂലോകത്ത് ഇങ്ങനെ ഉണ്ടാവില്ല ഒരു സംഭവം. ആ ടൂറൊക്കെ പോയി വന്നിക്കണേ. പല്ലേപ്പിച്ചു കൊടുക്കണേ കെട്ടിയോണേ. ഞാൻ വെറുതെ പറയുന്നല്ല. മണ്ടിച്ചെടുത്ത് മരത്ത് കൊടുക്കണ പോണ്. പിന്നെ തച്ച് പറയണേ. എത്ര ബാപ്പുട്ടിക്ക് ഞങ്ങൾ ഇമ്മാന്റെ മുന്നിൽ ഓരോന്ന് പറയാണ്ട്. എത്ര ഞാനല്ലേ പറഞ്ഞിക്കണേ? ഉള്ളത് കുറച്ച് കൂടുണ്ടല്ലെങ്കിലും അവിടെ പോവാൻ കുഞ്ഞിമ്മോ. പിന്നെ അവിടെ പാർക്ക്. അതൊക്കെ വെറുതെ പറയണം. അതൊക്കെ ഞാൻ കൊറേ കേട്ടിക്കണേ. ഓ, അതിനൊന്നും അന്നെ പറ്റൂല മോളെ. ആ, ഒരു പണിക്കും പോകാതെ ഓളെ മുട്ട കൂടെ ഇങ്ങനെ നടക്കാനേക്കാരം പൂതി. ആ ഒരൊറ്റ വിചാരല്ലേ ഉള്ളൂ. ആ, എന്നേലും പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുമോ, ഈ ചെയ്യാൻ ചെറുക്കം നോക്കിയാ കുത്തിറങ്ങണേ. മേല് പനിച്ചിട്ടുണ്ടോ? ഞാൻ കുളുകെടുത്ത് കൊടുത്താ നോക്കട്ടെ. എല്ലാ പെരും പനിയാണ്. ചെല്ലി. അത് കുഴപ്പമില്ലപ്പാ. ഞാൻ കുളുക കൊടുത്തിട്ടാ പുറത്ത് പോയിക്കണേ. പിന്നെ ഞങ്ങള് പോയപ്പോ ഒരു കുളുക കൊണ്ടുപോയി. ആ, ഒന്ന് ശരിട്ടോ. ഞാൻ പിന്നെ വിളിച്ചാ. ആയിക്കോട്ടെ. അപ്പൊ അത് ശരി. ഒക്കെ മുന്നേ കുട്ടി കരുതി കുട്ടി കാണാണല്ലേ കുളികൊക്കെ കൊണ്ട് പോയിക്കണത്. കുട്ടിക്ക് പനിയാ നടന്നപ്പോ തുടങ്ങിയാണ് ഇമ്മ കുട്ടുന്ന ഒരിക്കല്. എന്നാ വിളിച്ചപ്പോ ആ കാര്യം പറഞ്ഞൂടേനിയോ? അന്ന് ഞാൻ കാര്യം ചോദിച്ചട്ടെ. അന്ന് ഇങ്ങനെ വെച്ചാത്ത കുട്ടിനെ കൊണ്ട് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടേനിയോ? ആ, ഇവിടെ ഞങ്ങള് ശല്യം ചേച്ചും കരുതിയിട്ടേക്കാരം. ഗൾഫിന്ന് വന്നതല്ലേ. ആ, അതന്നെ ഞങ്ങളുടെ അടുത്ത് പോയിക്കണത്. ഇനിയിപ്പൊ അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചൂലല്ലോ. കല്യാണത്തിന്